മക്കളെ പറ്റിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരെടുത്ത് അതും ഒരു കലയാണ് മക്കളെ. ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങളിങ്ങനെ അസൂയപ്പെടരുത്. ഹലോ ഫ്രണ്ട്സ്, ഇൻട്രൊഡ്യൂസിങ് വീഡിയോ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ? പറ്റിക്കുന്നതും ഊഹിക്കുന്നതും വ്യഭിചരിക്കുന്നതുമൊക്കെ കലയാണെന്ന് കരുതുന്ന ജസ്നയെ പോലുള്ളവർ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഒരു ചിത്രം മാത്രം വരയ്ക്കാൻ പരിശീലിക്കുകയും ചിത്രകാരി എന്ന് അവകാശപ്പെടുകയും ചെയ്തയാളാണ് ജസ്ന. പീഡനം ആരോപിച്ച് ഇവർ 18ഓളം കേസുകൾ വിവിധ കോടതികളിൽ കൊടുക്കുകയും ഇവയൊക്കെ തള്ളിപ്പോവുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഹണി ട്രാപ്പാണ് ലക്ഷ്യം എന്ന ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെ ഇവർ പലരോടും ആവശ്യപ്പെട്ടതായും വിവിധ യൂട്യൂബ് വീഡിയോകളിലൂടെയുമൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗംഭീര ലക്ഷ്യം വെച്ചായിരുന്നു ഇതൊക്കെയെന്ന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില ചേട്ടന്മാർ ചേർത്ത് പിടിക്കുകയും പെങ്ങളുകുട്ടിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരിക്കാം. സുരേഷ് ഗോപിയെപ്പോലെ ആത്മജ്ഞാനികളും ആയിട്ടുള്ളവർ അവരൊക്കെ ഹിന്ദു ആയിരുന്നുവെന്ന് കരുതി നിങ്ങളൊന്നും ഹിന്ദുവിനെ ആപ്പാടെ പറ്റിച്ചു എന്ന് കരുതരുത്. ആർക്കും പറ്റിക്കാൻ പാകത്തിന് നിന്നേറുന്നവരല്ല ഹിന്ദുക്കാർ. മനുഷ്യത്വം വിചാരിച്ച് വയ്യാത്തൊരു കൊച്ചിൻ്റെ മാതാവ്, ഉമ്മച്ചി ഈ വക അവകാശവാദങ്ങളോടെയൊക്കെ സമീപിച്ചപ്പോൾ പലരും നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാകാം. അതിന് വില നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടെ വിലയും കിട്ടിയിട്ടുണ്ടാകാം. അത് നിങ്ങളോട് അവർ കാണിച്ച കാരുണ്യമായി മാത്രം കരുതുക, അല്ലാതെ നിങ്ങളാരെയും പറ്റിച്ചുവെന്ന് കരുതുന്നത്. ജസ്നയുടെ അല്പത്വത്തിന് മുമ്പിൽ ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊള്ളട്ടെ. ഇനിയും ആർക്കും ഇത്തരം അബദ്ധങ്ങൾ പറ്റരുത്. തട്ടമിട്ടും തട്ടമിടാതെയുമൊക്കെ പലരും നിങ്ങളെ സമീപിച്ചേക്കാം പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. അതൊന്നും അപ്പാടെ വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ പെണ്ണിനെ കൊള്ളില്ല. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.